മേയർ ആര്യ രാജേന്ദ്രൻ വിഷയത്തിൽ തെറ്റാരുടെ ഭാഗത്താണ് എന്നറിയാൻ ഏകസാധ്യതയായിരുന്ന മെമ്മറി കാർഡ് ഇപ്പോഴും ഒളിച്ചു കളിക്കുമ്പോൾ സംശയത്തിന്റെ മുനകൾ യദുവിലേക്ക് നീളുന്നു. തൃശൂരിൽ നിന്ന് യാത്ര തുടങ്ങി മേയറുമായി പ്രശ്നമുണ്ടായ പാളയം എത്തുന്നതുവരെ പലതവണയായി യദു 1 മണിക്കൂറോളം ഫോണിൽ സംസാരിച്ചതും കുരുക്കാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. മേയർ ആര്യ രാജേന്ദ്രനുമായി നടു റോഡിൽ വാക്കുതർക്കത്തിൽ ഏർപ്പെട്ട കെഎസ്ആർടിസി ഡ്രൈവർ യദുവിനെ വിടാതെ പിന്തുടരുകയാണ് പോലീസ്. മേയറുമായി തർക്കമുണ്ടായ ദിവസം ബസ് ഓടിച്ചുകൊണ്ടിരിക്കെ യദു 1 മണിക്കൂറോളം ഫോണിൽ സംസാരിച്ചു എന്നാണ് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിനെക്കുറിച്ച് കെഎസ്ആർടിസിക്കും റിപ്പോർട്ട് നൽകുമെന്ന് പോലീസ് പറയുന്നു. തൃശൂരിൽ നിന്ന് യാത്ര തുടങ്ങി മേയറുമായി പ്രശ്നമുണ്ടായ പാളയം എത്തുന്നതുവരെ പലതവണയായി യദു 1 മണിക്കൂറോളം ഫോണിൽ സംസാരിച്ചു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇത്രയും ദൂരം യാത്ര ചെയ്യുന്നതിനിടെ ബസ് നിർത്തിയിട്ട് വിശ്രമിച്ചത് വെറും 10 മിനിറ്റിൽ താഴെ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ബസ് ഓടിച്ചുകൊണ്ടായിരുന്നു യദുവിന്റെ ഫോൺ സംസാരം എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഫോണിൽ സംസാരിച്ചുകൊണ്ട് വാഹനം ഓടിക്കുന്നത് ഗുരുതര കുറ്റമാണ്. അതിനിടെ ബസ്സിലെ സിസിടിവി ക്യാമറയിലെ മെമ്മറി കാർഡ് കാണാതായ സംഭവത്തിലും പോലീസ് അന്വേഷണം നീളുന്നത് യദുവിലേക്ക് തന്നെയാണ്. തർക്കം നടന്നതിന് പിറ്റേ ദിവസം പകൽ തമ്പാനൂർ ഡിപ്പോയിൽ പാർക്ക് ചെയ്തിരുന്ന ബസിന് സമീപം യദു എത്തിയിരുന്നു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. മെമ്മറി കാർഡ് കാണാതായതുമായി ബന്ധപ്പെട്ട് യദുവിന്റെ ഫോൺ വിളി വിവരങ്ങളും പരിശോധിക്കും. മെമ്മറി കാർഡ് ബസ്സിലിട്ടത് എന്നാണ് എന്ന വിവരവും പോലീസ് കെഎസ്ആർടിസിയോട് അന്വേഷിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിന് കെഎസ്ആർടിസി മറുപടി കൊടുത്തോ എന്ന് വ്യക്തമല്ല. മേയർ ആര്യ രാജേന്ദ്രനും കുടുംബവും സഞ്ചരിച്ച കാർ കെഎസ്ആർടിസി ബസിന് മുന്നിൽ നിർത്തിയിട്ട സംഭവത്തിൽ കന്റോൺമെന്റ് പോലീസ് കോടതി നിർദ്ദേശാനുസരണം കേസെടുത്തു. ആര്യ രാജേന്ദ്രൻ, ഭർത്താവ് സച്ചിൻ ദേവ് എംഎൽഎ, കണ്ടാൽ അറിയാവുന്ന മറ്റു 3 പേർ എന്നിവരെ പ്രതികളാക്കിയാണ് കേസ്. ഹൈക്കോടതി അഭിഭാഷകനായ ബൈജു നോയൽ കേസ് എടുക്കണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ 30-ന് ഹർജി നൽകിയിരുന്നു. ഇന്നലെ വൈകിട്ട് കേസെടുക്കാൻ നിർദ്ദേശിച്ചു. രാത്രി വൈകി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. ജോലി തടസ്സപ്പെടുത്തി, ഗതാഗത തടസ്സമുണ്ടാക്കി, പൊതുജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തി തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. മേയറുമായി തർക്കമുണ്ടായ ദിവസം ബസ്സിലെ കണ്ടക്ടറായിരുന്ന സുബിൻ ഡിവൈഎഫ്ഐ പ്രവർത്തകനാണ് എന്ന് ഡ്രൈവർ യദു പറഞ്ഞിരുന്നു. സച്ചിൻ ദേവ് എംഎൽഎ ബസ്സിൽ കയറിയത് കണ്ടില്ല എന്നതുൾപ്പെടെ കണ്ടക്ടർ പോലീസിന് നൽകിയ മൊഴി നുണയാണെന്നും യദു ആരോപിച്ചു. പിൻസീറ്റിലാണ് ഇരുന്നത് എന്ന് പോലീസിനോട് പറഞ്ഞതും പച്ചക്കള്ളമാണ്. കണ്ടക്ടർ മുൻസീറ്റിലാണ് ഇരുന്നത് എന്നും യദു മാധ്യമങ്ങളോട് പറയുന്നു. സച്ചിൻ ദേവ് ബസ്സിൽ കയറിയപ്പോൾ എഴുന്നേറ്റ് സീറ്റ് നൽകിയത് കണ്ടക്ടർ തന്നെയാണ്. എംഎൽഎ വന്നപ്പോൾ സഖാവെ ഇരുന്നോളൂ എന്ന് പറഞ്ഞ് മുന്നിലെ സീറ്റ് മാറിക്കൊടുത്തു. മെമ്മറി കാർഡ് കാണാതായ സംഭവത്തിൽ കണ്ടക്ടറെ സംശയമുണ്ട് എന്നാണ് യദു പറയുന്നത്. കണ്ടക്ടറും എംഎൽഎയും അടക്കം ഗൂഢാലോചന നടത്തിയോ എന്നും സംശയമുണ്ട്. തനിക്കെതിരായ ആരോപണങ്ങളിൽ 5 പേരെ എതിർകക്ഷിയാക്കി ഹർജി നൽകിയിട്ടുണ്ടെന്നും യദു പറഞ്ഞു. മേയർ ആര്യ രാജേന്ദ്രനുമായി തർക്കമുണ്ടായ വിഷയത്തിൽ തന്റെ പരാതിയിൽ പോലീസ് കേസെടുക്കാത്ത സാഹചര്യത്തിലാണ് യദു കോടതിയെ സമീപിച്ചത്. മേയർ ബസ് തടഞ്ഞതിലും എംഎൽഎ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിലും അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി. തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി യദുവിന്റെ ഹർജി ഫയലിൽ സ്വീകരിച്ചു. ഹർജി തിങ്കളാഴ്ച കോടതി പരിഗണിക്കും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.